വിനീത് ശ്രീനിവാസനും മകനും മറ്റൊരു സങ്കട കാഴ്ചയായി ഇവിടെ മാറുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു കുടുംബനാഥൻ, പ്രിയപ്പെട്ട അച്ഛൻ, അല്ലെങ്കിൽ ഈ കുഞ്ഞു മക്കൾക്ക് പ്രിയപ്പെട്ട മുത്തശ്ശനൊക്കെ ആയിരുന്നു ശ്രീനിവാസൻ. അവരോടൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം പാതിയിൽ മുറിഞ്ഞ് അദ്ദേഹം യാത്രയാവുകയാണ്, യാത്രാമൊഴി ചൊല്ലുകയാണ്. ഈ നാടൊന്നാകെ ഇവിടെ എത്തിയ മുഴുവൻ ആളുകളും എല്ലാവരും, എനിക്ക് തോന്നുന്നത് കരച്ചിൽ ഈറൻ മിഴികളല്ലാത്ത ആരെങ്കിലും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതേയില്ല. എല്ലാവരും അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ ഓർത്ത് 2 തുള്ളി കണ്ണീര് ഈ വീടിൻ്റെ മുറ്റത്ത് പൊഴിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇവിടെ നിന്ന് കടന്നു പോവുക. സത്യൻ അന്തിക്കാട് അദ്ദേഹത്തിന് പറയാനുള്ളതും അദ്ദേഹത്തിന് ഇനി ബാക്കിയുള്ളതും എന്താണ് എന്നത് ആ പേനയും പേപ്പറും അതിലെ വാചകങ്ങളും പിന്നീട് ആ 2 പൂക്കളും അതിൽ എല്ലാം ഉണ്ട്. ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ആർക്കെങ്കിലും ഈ ഘട്ടത്തിൽ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ TN പ്രതാപൻ വന്ന ഘട്ടത്തിൽ പറഞ്ഞത്, ശ്രീനിവാസൻ മരിച്ചു എന്നത് നമ്മൾ അംഗീകരിക്കണം, പക്ഷേ ആ കുടുംബത്തെ അതെങ്ങനെ ബോധ്യപ്പെടുത്തുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാണ് TN പ്രതാപൻ ഇവിടെ നിന്ന് മടങ്ങിയത്. അങ്ങനെ ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ് ഒരു പക്ഷേ ഈ ചിതയ്ക്ക് തീ കൊളുത്തുന്ന അഗ്നി ആ ചിതയിലേക്ക് പകരുന്നത് ധ്യാനും വിനീതുമാണ്. അവർ അഗ്നി പകരുകയാണ് ആ ചിതയിലേക്ക്. അദ്ദേഹത്തിൻ്റെ ജീവൻ തുടിക്കുന്ന ഒരു ഛായാചിത്രം നിലവിളക്കിന് മുന്നിൽ നമുക്ക് കാണാം. അതിനൊപ്പം പ്രിയപ്പെട്ടവരെയും നമുക്ക് കാണാം. അത് ആ തീജ്വാലകൾ, അഗ്നിനാളങ്ങൾ, പാവകജ്വാലകൾ ആ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണുള്ളത്. നമ്മൾ രാവിലെ 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ എന്നാണ് തീരുമാനിച്ചിരുന്നത്. അത് 12 മണിയോട് അടുക്കുന്നു. നമ്മൾ ഈ കർമ്മങ്ങൾ തുടങ്ങുന്ന സമയത്ത് പോലും ഇവിടേക്ക് ആളുകൾ ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഇവിടെ എത്തിയ മുഴുവൻ ആളുകൾക്കും അവരുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുങ്ങി എന്നുറപ്പ് വരുത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇതാ അഗ്നിജ്വാലകൾക്ക് സമർപ്പിക്കുന്നത്. അഗ്നി പകർന്നിരിക്കുകയാണ് ചിതയിലേക്ക്. ചിത എരിയാൻ തുടങ്ങുകയാണ്. അവിടെ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തെ അത് മറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആ പ്രിയപ്പെട്ട മക്കൾ ധ്യാനും വിനീതും കൊളുത്തിയ ചിത അത് എരിയാൻ തുടങ്ങുകയാണ്. ചുറ്റും കൂടി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നവരാണ് അവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരും എന്നത്. അത് കേവലം വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല, അത് നമ്മൾ ഇവിടെ വന്ന് ബോധ്യപ്പെടുന്നതാണ്. ആ കാഴ്ചകൾ, ആ കണ്ണീരിൻ്റെ ആ കാഴ്ചകൾ കാണുമ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു ശ്രീനിവാസൻ എന്ന ആ മനുഷ്യൻ. അദ്ദേഹത്തെ ബാക്കിയെല്ലാം മാറ്റി നിർത്താം. ശ്രീനിവാസൻ എന്ന മനുഷ്യൻ ഇവർക്കൊക്കെ എത്ര പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ എത്തുന്ന ഓരോരോ കാഴ്ചകളും. അഗ്നിജ്വാലകൾ ഏറ്റുവാങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.